ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 2 എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിലെ ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പാർട്ട് 1 കഴിഞ്ഞു. ഇനി 5ാമത്തെ ചാപ്റ്ററാണ് പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്റർ. എന്താണ്? കയ്യെത്തും ദൂരത്ത് ആകാശം. ഓക്കെ, അപ്പോൾ നമുക്ക് ആകാശത്തിലെ ഗോളങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ പഠിക്കാനില്ല. കൃത്രിമോപഗ്രഹങ്ങൾ, അങ്ങനെ ബഹിരാകാശ നിലയങ്ങൾ, അതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുവാണ്. കഥകൾക്കപ്പുറം. പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിപ്പം ആകാശം എന്നൊന്നുമില്ല അല്ലേ, ലോകത്ത് ഉള്ള എന്തിനെക്കുറിച്ചും നമുക്ക് പ്രാചീനമായിട്ടുള്ള പല കഥകളും കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ തങ്ങൾക്കറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ്. അത് ആ ഒരു പാരമ്പര്യം നമ്മൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ വെറുതെ വിടില്ല. അത് എന്തെങ്കിലും ഒരു കഥയായിട്ടൊക്കെ നമ്മൾ രൂപപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ കുറേ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ എന്താണ് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ നമുക്കിവിടെ എന്താണ് കിട്ടുന്നത്? ഒരു പെൺകുട്ടിയുടെ രൂപമായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള നക്ഷത്ര കൂട്ടായ്മകൾ വേറെയുണ്ട്. ഈ രാജകുമാരി പോലെ തന്നെ വേറെയും ഒരുപാട് നക്ഷത്ര കൂട്ടായ്മകളുണ്ട്. വേട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാവുന്നതാണ് അതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങൾ ഉണ്ടാവുകയും അതിന് ഓരോ പേര് കൊടുക്കുകയും അതിനെ സംബന്ധിച്ച കഥകൾ ഉണ്ടാക്കുകയൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ പേരാണിത് ആൻഡ്രോമിഡ എന്ന് പറയുന്നത്. ഈ ഒരു നക്ഷത്രക്കൂട്ടം ഇന്നും ഈ പേര് തന്നെ അറിയപ്പെടുന്നത്. അപ്പം ആൻഡ്രോമിഡ രാജകുമാരിയുടെ കഥ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്യ അഹങ്കരിച്ചിരുന്നു. ഓക്കെ, കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് ആൻഡ്രോമിഡ രാജകുമാരിയുടെ കഥയായിട്ടാണ് പറയുന്നത്. അപ്പം പണ്ടുണ്ടായിരുന്ന പല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വഭാവമായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. അതിന് പ്രൂവ് ചെയ്യുന്ന ഒരു കഥയായിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നക്ഷത്ര കൂട്ടായ്മയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും ഉണ്ട്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ആര്? ജ്യോതിശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണുമൊക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവുകയാണ്. ഇനി ആകാശ നിരീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയാറുണ്ട് SCERT ഒറ്റയ്ക്ക് വായിക്കാൻ ഒരു മടുപ്പാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം, അപ്പോൾ നമുക്ക് വായിക്കുന്ന പോലെ ഫീൽ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ നിർത്താത്തത്, ഈ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ആളുകളുടെ എണ്ണം കാണുന്നതൊക്കെ കുറവാണ്, പക്ഷെ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടരുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കുത്തുകൾ യോജിപ്പിച്ച് ആ രൂപം വരച്ചു നോക്കൂ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും രൂപം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാമല്ലോ. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടല്ലോ. അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകളും ഉണ്ടായത്.
പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പം പ്രത്യേക നക്ഷത്ര കൂട്ടായ്മകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പം ഇന്ന് എന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവരതിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ വരൾച്ച, മഴ, അതേപോലെ തന്നെ വെള്ളപ്പൊക്കം ഇതൊക്കെ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് വേണ്ട രീതിയിൽ മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ആകാശം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അന്തരീക്ഷത്തിന് പുറമെ എന്തുണ്ട്? വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അവിടെയാണ് ബഹിരാകാശം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ഇനി ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാണ്? അത് ബഹിരാകാശത്താണ്. അപ്പോൾ എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഓക്കെ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഓക്കെ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല അല്ലേ? ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓരോ എന്ത് കാണാൻ സാധിക്കും? നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയൊക്കെ നമുക്കിവിടെ ഒരു പേജിൽ കാണാൻ സാധിക്കും. ഓരോന്നും എന്താണ് എന്ന് പരിചയപ്പെടാം. ഇത് ആരാണ്? ഇതാണ് ആൽഫ സെഞ്ചുറി എ എന്ന് പറയുന്നത്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം ഇതിനുണ്ട്. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. ആൽഫ സെഞ്ചുറി എ എന്ന് പറയുന്നത്. അടുത്തത് ആരാണ്? അടുത്തത് നമ്മുടെ സൂര്യനാണ്. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം സൂര്യനുണ്ട്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയായിട്ടാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഭൂമിയാണ്. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം ഭൂമിക്കുണ്ട്. ചന്ദ്രനാണെങ്കിലോ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വേട്ടക്കാരൻ എന്താ കൊടുത്തിരിക്കുന്നത്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് ഏത്? വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാൻ സാധിക്കും. കണ്ടില്ലേ? ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ വേട്ടക്കാരൻ്റെ രൂപത്തിലുള്ള ഈ ഒരു നക്ഷത്രഗണത്തിന് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത്? ഓറിയോൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ആരെ? ഗ്രീക്ക് ഐതിഹ്യപ്രകാരം കേട്ടോ. ഗ്രീക്കുകാരാണ് ആ പേര് അങ്ങനെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത നക്ഷത്ര കൂട്ടായ്മയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. എന്താണ് സപ്തർഷികൾ? ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. അപ്പം ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നതും ഈ സപ്തർഷികൾ തന്നെയാണ് കേട്ടോ. യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ഇനി അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങൾ ഇനിയുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കണ്ടെത്താനൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നക്ഷത്ര നിരീക്ഷണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നക്ഷത്ര നിരീക്ഷണത്തിന് നമുക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് വെച്ചാൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് ആകാശം മേഘാവൃതമായാലും അമിതമായി പ്രകാശമുണ്ടായാലൊക്കെ നക്ഷത്ര നിരീക്ഷണത്തെ അത് ബാധിക്കും. അപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ അതിന് വേണ്ട സാമഗ്രികളും നമ്മുടെ കയ്യിലുണ്ടാവണം. ടെലസ്കോപ്പ് ആണെങ്കിൽ ടെലസ്കോപ്പ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ രാത്രിയിൽ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് രാത്രിയിലെ ആകാശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ. ഇനി
ബഹിരാകാശ നിലയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്രഗണങ്ങളെക്കുറിച്ചും ബഹിരാകാശം എന്താണെന്നും പിന്നെ നക്ഷത്ര നിരീക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ബഹിരാകാശ നിലയം എന്താണ് എന്ന് നോക്കാം. ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത്. ആണല്ലോ? അതെ. ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ? അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് എന്ത്? ബഹിരാകാശ നിലയം. അപ്പോൾ ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശത്ത് താമസിക്കുന്നതിനും അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമായിട്ട് ബഹിരാകാശത്ത് മനുഷ്യൻ നിർമ്മിച്ച പരീക്ഷണശാലയാണ് എന്ത്? ബഹിരാകാശ നിലയം എന്ന് നമുക്ക് പറയാം, അഥവാ സ്പേസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്? ഒരു ബഹിരാകാശ നിലയമാണ്. അപ്പോൾ പരീക്ഷണങ്ങൾക്കും മറ്റുമായിട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? അപ്പം സുനിത വില്യംസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പം അവിടെ എന്തില്ല? വായുവില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അതേപോലെ തന്നെ അവിടെ ഗുരുത്വാകർഷണം ഇല്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറങ്ങാനും മറ്റൊക്കെ അവിടെ കുറച്ച് ഇവിടെയുള്ള പോലെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അവിടെയൊക്കെ എന്താണ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബഹിരാകാശ നിലയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി ചന്ദ്രൻ. രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതുമായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ആരെയാണ്? ചന്ദ്രനെയാണ് അല്ലേ? എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത് തന്നെയാണ്? ചന്ദ്രനാണ്. നേരത്തെ നമ്മളൊരു കിലോമീറ്റർ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലുപ്പമുണ്ടോ ചോദിക്കുന്നുണ്ട്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ ചോദിക്കുന്നുണ്ട്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അത് തിളങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ പ്രകാശമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്? അത് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ്റെ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത്. എന്താണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് ചന്ദ്രനില്ല എന്ന് മാത്രമല്ല, ഗ്രഹങ്ങൾക്കോ ഉപഗ്രഹങ്ങൾക്കോ ഇല്ല. പകരം നക്ഷത്രങ്ങൾക്കാണ് എന്ത്? സ്വയം പ്രകാശിക്കാനുള്ള കഴിവ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപവർത്തനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അല്ലേ? ഓക്കെ, അപ്പം ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. നമുക്കറിയാം ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. ഓക്കെ, ഇനി പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കൾ ആകാശത്തുണ്ട്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് സൂര്യനെയാണ് ഏറ്റവും പരിചയം. പിന്നെയും ഒരുപാട് വേറെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു പ്രോക്സിമ സെൻറ്റോറി എന്നൊക്കെ പറയുന്നത് നക്ഷത്രത്തിൽ പെട്ടതാണ്. അപ്പം സൂര്യനെ പോലെ ഒരുപാട് നക്ഷത്രങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ സൂര്യനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് സൗരയൂഥത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ? നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. നമ്മൾ നേരത്തെ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞില്ലേ? അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇനി സൗരയൂഥത്തിലേക്ക് കടക്കാം. ഓക്കെ, സൗരയൂഥതായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സൂര്യനും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ സൗരയൂഥം എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം അഥവാ ഓർബിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു സഞ്ചാരപാതയില്ല ഇങ്ങനെയുള്ള, അതിനാണ് നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ പരിക്രമണ പഥം എന്ന് പറയുന്നത്. ഇനി സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത്? സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന്
പറയുന്നത്. അപ്പോൾ സൂര്യനും പിന്നെ അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേരുന്നതാണ് സോളാർ സിസ്റ്റം അഥവാ സൗരയൂഥം എന്ന് പറയുന്നത്. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. 3, 4, 5, 6, 7, 8 ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്. ആദ്യം 9 ഉണ്ടായിരുന്നു. പ്ലൂട്ടോ പോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, പഴയ കഥയാണ്. എങ്കിലും ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, 8 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത് കേട്ടോ. അതിൻ്റെ ഓർഡർ ഇതാ ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളാം. വലുപ്പത്തിൻ്റെ ഓർഡർ അല്ല, സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ ഓർഡറാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി കൃത്രിമ ഉപഗ്രഹങ്ങളിലേക്ക് പോവാം. നമുക്കൊരു കളി ആയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്ന് വായിച്ചിട്ട് പോവാം. കണ്ണ് കെട്ടിയ ഒരാൾ ക്ലാസ് മുറിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ് കളി. ആദ്യം ആരുടെയും സഹായമില്ലാതെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്നാൽ അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സഹായിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായി, ഒരു ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവിടെ എത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയല്ലേ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ട് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം അവിടെ തേടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാമോ? GPS സംവിധാനം അല്ലേ? ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ സങ്കല്പിക്കൂ. ഇത് ഭൂമിയാണ്. ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിനെ നമ്മൾ സങ്കല്പിക്കുകയാണ്. അതിൽ ഒരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഭൂമിയുടെ ചിത്രം എടുക്കാൻ സാധിക്കുമല്ലോ. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ബഹിരാകാശം എന്താണെന്ന് ഇനി പറയണ്ടല്ലോ, നമുക്കറിയാം. ഇനി അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, GPS ഇംഗ്ലീഷിൽ ഇവിടെ എഴുതി വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റൂട്ട് മാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. നിങ്ങളുടെ വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ല? ഇതൊക്കെ ഇത്തരം സംവിധാനങ്ങളിലൂടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്തെല്ലാമാണ്? അത് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതൊക്കെയാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഒന്നെന്താണ്? വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു. 2, കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നു. പിന്നെ അടുത്തതാണെന്ത്? ഗതി നിർണയം. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം എന്ന് പറഞ്ഞാൽ സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കും. സൈനികേതര ഭൗമ നിരീക്ഷണത്തിനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ആശയവിനിമയം നമ്മൾ പറഞ്ഞു, വിദൂര സംവിധാനം, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിന് സഹായിക്കുന്നു. അതേപോലെ ഭൂവിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഗതാഗതം, ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് കേട്ടോ. ഇനി ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അത് ആര്യഭട്ടയാണ്. ആര്യഭട്ട ഏത് വർഷമാണ് അത് വിക്ഷേപിക്കുന്നത്? 1975 ഏപ്രിൽ 19 കേട്ടോ. 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. ഇനി വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം വിക്ഷേപിച്ച പ്രധാനപ്പെട്ട കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ ഉപയോഗങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇൻസാറ്റ് ഇത് പഠിച്ചു വെച്ചോട്ടോ, PSCക്കും ഉപകാരപ്പെടുന്നതാണ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം വാർത്താവിനിമയമാണ്. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. വിദ്യാഭ്യാസത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എഡ്യൂസാറ്റ് ആണ്. ഗതി നിർണയമാണെങ്കിൽ IRNSS ഇംഗ്ലീഷിൽ എഴുതി വെക്കാം. അതാണ് നിങ്ങൾ കുറച്ചും കൂടി കണ്ടുപരിചയം ഉണ്ടാവുക അല്ലേ? IRNSS കണ്ടിട്ടില്ലേ? അതിനെക്കുറിച്ച് താഴെ പറയുന്നുണ്ട് കേട്ടോ, അവിടെ വായിച്ചുതരാം. പിന്നെ കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം,
ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, GSAT-7 എമിസാറ്റ് അത് പ്രതിരോധമാണ് കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ, ഈ ഒരു പട്ടിക പഠിച്ചു വെക്കാം. ഇനി ഇതാ IRNSSുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഇത്, മനസ്സിലാക്കി വെക്കുക. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഏത്? IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് അടുത്തത് എന്താ? അപ്പോൾ നമ്മൾ ബഹിരാകാശ നിലയം കണ്ടു, എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ഇനി റോക്കറ്റിനെ കുറിച്ച് നോക്കാം. ഇനി ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ അവിടെ എത്തുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് റോക്കറ്റുകളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 ഒരു പത്രവാർത്ത പോലെയുള്ളതാണ് കൊടുത്തത്. എന്താണ്? ബംഗളൂരു തദ്ദേശീയമായി വികസിപ്പിച്ച ഗതി നിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. അപ്പം നമ്മുടെ കൃത്രിമ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അതിനാണ് റോക്കറ്റ് സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഓക്കെ, ഇതാ ISROൻ്റെ ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഓരോ റോക്കറ്റിൻ്റെ പേരൊക്കെ ചോദിക്കാറില്ലേ? PSLV അങ്ങനെ ഓരോന്നൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇത്? നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. ഓക്കെ, ഇനി മറ്റ് രാജ്യങ്ങളുടേത് കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം, തൽക്കാലം അറിഞ്ഞു വെക്കാം. ഇന്ത്യേൻ്റെതാണ് ഏത് ഞാൻ പറഞ്ഞത്? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടേതാണ് ഇത്? നമ്മുടെ ISRO നമ്മൾ പറയുന്നത്. അപ്പോൾ ISROയെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പേ നമുക്ക് അടുത്തത് എഴുതാം. USA-ൻ്റെതാണെങ്കിൽ ഏതാണ്? നമുക്ക് അറിയുന്നതാണല്ലോ, നാസയാണ്. അങ്ങനെയാണെങ്കിൽ JAXA ഇതേതിൻ്റെയാ? അത് ജപ്പാൻ്റെതാണ്. അങ്ങനെയാണെങ്കിൽ റഷ്യൻ്റെത് ഏതാണ്? റഷ്യൻ്റെത് RSA. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ. ഇനി ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ഒന്ന് പഠിച്ചു വെച്ചോളൂ. ISRO സ്ഥാപിതമായത് 1969. എപ്പോഴാണ്? ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമാവുന്നത്. ആരായിരുന്നു സ്ഥാപക ചെയർമാൻ? ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു സ്ഥാപക ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി റോക്കറ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് 5.21. അടുത്തത് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. കുറച്ച് പോയിന്റും അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള വരികളും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉള്ളതൊന്ന് വായിച്ചു നോക്കാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. എപ്പോഴാണ് സ്ഥാപിതമായത്? 1963 നവംബർ 21 കേട്ടോ. അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഓക്കെ, ഇതാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഇനി നമുക്ക് വിക്രം സാരാഭായിയെക്കുറിച്ചും സതീഷ് ധവാനെ കുറിച്ചും ഒന്ന് വായിച്ചു നോക്കാം. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇനി ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് എന്ത് പേര് നൽകിയത്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. ഇത് നമുക്ക് അറിയാവുന്ന കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ്
ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകിയത്. പിന്നെ നമ്മൾ ചന്ദ്രയാൻ്റെ ലാൻഡർ പഠിച്ച സമയത്ത്, ലാൻഡർ റോവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൽ നമ്മൾ പഠിച്ചത് വിക്രം എന്ന പേര് നൽകിയത് കേട്ടോ. അടുത്തതാണ് സതീഷ് ധവാൻ. ഇസ്രോയുടെ ഇസ്രോ എന്നാണ് വായിച്ചത്, ISROയുടെ ഇസ്രോ തന്നെ എഴുതിയത്, ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ചന്ദ്രയാത്രകളെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 സ്വപ്നം സഫലമായത്. 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ, നമ്മൾ നേരത്തെ കണ്ടല്ലോ, നാസയുടെ അപ്പോളോ 11 പഠിച്ചു വെക്കണേ. അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, PSC റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. 1969 ജൂലൈ 21 അപ്പോളോ 11 കേട്ടോ, അതാണ് പേടകം. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, പിന്നെ മൈക്കൽ കോളിൻസ് ആണ് ഈ ഒരു പേടകം നിയന്ത്രിച്ചത്. ഓക്കെ, ഇനി ബഹിരാകാശ വാരം എന്താണ്, അതും പഠിച്ചു വയ്ക്കുക. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഏതാണ്? സ്പുട്നിക് 1 ആണ്. അത് സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. എപ്പോഴാണ്? 1957 ഒക്ടോബർ 4 ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് കേട്ടോ. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ എപ്പോഴാണ്? ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടത്തുന്നത്. അപ്പം ഒക്ടോബർ 4 എന്ന് പറയുന്നത് ഏതാണ്? സ്പുട്നിക് 1ൻ്റെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1957 ഒക്ടോബർ 4. ഈ ഒക്ടോബർ 10 എന്താണ്? അത് ഒക്ടോബർ 10 1967 ഒക്ടോബർ 10 എന്ത് നിലവിൽ വന്നത്? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒക്ടോബർ 4 മുതൽ 10 വരെ ഈ ഒരു വാരമായിട്ട്, ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ. ചന്ദ്രയാൻ 1, 2, 3 ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വായിച്ചു നോക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ഇത്? ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. അപ്പം ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യം എപ്പോഴാണ്? 2008 ഒക്ടോബർ 22 ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അടുത്തത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. എപ്പോഴാണ്? 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അതിൻ്റെയൊക്കെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കാൻ മറക്കരുത്. അടുത്തതാണ് ചന്ദ്രയാൻ 3, പഠിക്കേണ്ടതാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ശ്രദ്ധിക്കുക ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വരുമ്പോൾ തെറ്റിക്കുക, അതുകൊണ്ട് ശ്രദ്ധിക്കുക. SCERT പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ടാണ്. ഇനി 2023 ജൂലൈ 14 ഇത് വിക്ഷേപിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. നമ്മൾ നേരത്തെ വിക്രം എന്ന് കണ്ടില്ലേ അല്ലേ? അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ഓക്കെ, ഇതാണ് ചന്ദ്രയാൻ 3 പര്യവേഷണങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി
മറ്റ് ഇന്ത്യൻ പദ്ധതികളാണ് മംഗൾയാൻ, ആദിത്യ L1, ഗഗൻയാൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചൊവ്വ പര്യവേഷണമാണ് ഏത് മംഗൾയാൻ്റെ ലക്ഷ്യം. സൗര പര്യവേഷണമാണ് ആദിത്യ L1. ബഹിരാകാശ പര്യവേഷണമാണ് ഗഗൻയാൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പം PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് താഴേക്ക് പറഞ്ഞ എല്ലാം. അതൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും SCERT പഠിച്ചതിൻ്റെ ഗുണം എന്താണ് എന്ന്. നമുക്ക് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുമ്പം തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. SCERT ആരും സ്കിപ്പ് ചെയ്യരുത്, വായിക്കാൻ മടി കാണിക്കരുത്. വായിക്കാൻ മടിയുള്ളവർ ജസ്റ്റ് ഇതേപോലെയുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് ഇയർഫോൺ വെച്ചൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ചാപ്റ്റർ ചെയ്യാം. എല്ലാവരും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തുക. നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.